നമ്മളൊക്കെ വർഷങ്ങളായി ജീവിക്കുന്നു. 20, 40, 50 വയസ്സെത്തിയവരില്ലയോ ഇന്നവരെ ഖുർആൻ കേട്ടുകൊണ്ട് ആ ഖുർആനിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഹൃദയം പൊട്ടിയ മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ? ഖുർആൻ ഓതാൻ തയ്യാറായവരുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, യുദ്ഫവൻ മുസ്തമിൽ ഖുർആൻ ബൽവദുനിയാ വഅൻ താലിൽ ഖുർആൻ ബൽവൽ ആഖിറ. സഹാബ ഖുർആൻ ആരൊരുവൻ കേൾക്കാൻ തുനിഞ്ഞുവോ ആ ഖുർആനിന്റെ വചനങ്ങളിലേക്ക്, ഖുർആനിന്റെ ആയത്തുകളിലേക്ക് കേൾവി കൊടുക്കാൻ, കാത് കൊടുക്കാൻ തയ്യാറായ ഏതൊരു മനുഷ്യനുണ്ടോ, ഏതൊരു സഹോദരിയുണ്ടോ, ദുനിയാവിന്റെ എല്ലാ ബലാമുസീബത്തുകളെ തൊട്ട് അല്ലാഹു കാക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ കേൾക്കാൻ തയ്യാറാകുന്ന മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ? ഖുർആൻ കേൾക്കാൻ തയ്യാറാകുന്ന സഹോദരങ്ങളുണ്ടോ? സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് അതിന്റെ രാഗത്തിൽ മുഴുകി കഴിയുന്നതായ തലമുറയല്ലേ, ചെറുപ്പക്കാരല്ലയോ? എത്രയെത്ര സിനിമാ പാട്ടുകളാണ് നിന്റെ കാതുകളിൽ കേട്ടുപോയത്? എത്രയെത്രയാകുന്ന മോശപ്പെട്ട സിനിമകളാണ് നിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുപോയത്? എന്നെ ഖുർആൻ നോക്കാൻ നിനക്ക് സമയമില്ലായിരുന്നോ? എന്നെ ഖുർആൻ കേൾക്കാൻ നിനക്ക് പെങ്ങനെ സമയമില്ലായിരുന്നു? 30, 40, 50 വയസ്സ് വരെ ജീവിച്ചിട്ട് അല്ലാഹുവിന്റെ കലാമിനെ പരിചയപ്പെടാത്തവരായി, അല്ലാഹുവിന്റെ ഖുർആനിനെ കേൾക്കാത്തവരായി മുസ്ലിമേ നീ മാറിയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും വാചാലനാവുകയാണ്, വഅൻ താലിൽ ഖുർആൻ ബൽവൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ നിലകൊള്ളുന്ന മനുഷ്യ, ഖുർആൻ കൃത്യമായി പഠിക്കുകയും അത് പാരായണം ചെയ്യുകയും ചെയ്യുന്ന സഹോദര, പെങ്ങളെ നിനക്ക് ആഖിറത്തിന്റെ ബലാമുസീബത്തുകൾ അല്ലാഹു നീക്കം ചെയ്യുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമുക്ക് സമാഗതമായിട്ട് ഖുർആൻ പാരായണം ചെയ്തവരുണ്ടോ? ഒരു ഖത്മെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഓതി തീർത്ത ഉമ്മമാരുണ്ടോ? എത്രയെത്ര സിനിമയാണ് കണ്ടത്, ഏതൊക്കെ പാട്ടുകളാണ് കേട്ടുപോയത്, എന്തെല്ലാം അശ്ലീലതകൾ നമ്മൾ നിലകൊണ്ടു. ഖുർആൻ കേൾക്കാനും ഖുർആൻ ഓതാനും നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. ഖുർആൻ കേൾക്കുന്നവന് ഭൗതിക ലോകത്തുള്ള എല്ലാ ബലാമുസിബത്തുകളെ തൊട്ട് അല്ലാഹു കാവൽ നൽകും. സഹോദരിമാര് പറയുന്നുണ്ടല്ലോ, എന്റെ വിഷമങ്ങൾ പ്രയാസങ്ങളൊന്നും അല്ലാഹു കേൾക്കുന്നില്ല, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, ഇന്ന ദിക്ർ എടുക്കുന്നുണ്ട്, ഇന്ന സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. ഖുർആൻ നല്ലതുപോലെ ഓതിൻ, ഖുർആൻ നല്ലതുപോലെ കേൾക്കിൻ. ഖുർആൻ കേൾക്കുന്നവരുമാകണം, ശ്രോതാക്കളാകണം, ഖുർആൻ ഓതണം. രണ്ടും വേണം. നബി തങ്ങൾ അത് രണ്ടും ചെയ്തു പഠിപ്പിച്ചു നമ്മളെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുമ്പ് നമ്മൾ രാവിലെ റേഡിയോയിലൂടെ കേൾക്കുന്നതാകുന്ന ഓത്ത്, അൽ കഹഫ് സൂറത്ത് ഓതുന്നത് കേൾക്കും, അത് പാരായണം ചെയ്യുന്നത് കേൾക്കുമായിരുന്നു. രാവിലെ അതിനുവേണ്ടി വെള്ളിയാഴ്ച ദിവസം തയ്യാറായി നിന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പഴയ കാലഘട്ടത്തിൽ ആകാശവാണിയിലൂടെ അത്തരത്തിലുള്ള ഒരു ഖിറാഅത്ത് കേൾക്കാൻ വേണ്ടി നേരത്തെ തന്നെ റെക്കോർഡ് റെഡിയാക്കി 7 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന ഉമ്മമാരുണ്ടായിരുന്നു. വീടുകളിൽ അത് കേൾപ്പിക്കുന്നു, ബറക്കത്തുണ്ടെന്ന് മനസ്സിലാക്കി. ഇന്ന് DJ പാട്ടുകളിട്ട് വീടിന്റെ അകത്തളങ്ങളിലും അവന്റെ വാഹനങ്ങളുമൊക്കെ ഹറാമിലേക്ക് കൊണ്ടുപോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആത്മീയത നഷ്ടപ്പെട്ടു. ആർക്ക്? വലിയ ഹാജിയാര, നിസ്കാരമുണ്ട്, ഇബാദത്തുണ്ട്, കയ്യിൽ തസ്ബീഹ്മാലയുണ്ട്, പക്ഷേ വീടിന്റെ അകത്തളങ്ങളിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണമില്ല, ഖുർആൻ ഓതുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആഖിറം തന്നെ നഷ്ടപ്പെട്ടു. ഖുർആൻ നല്ലതുപോലെ ഓതിയാൽ ആഖിറത്തിന്റെ ബലാമുസിബത്തുകളെ തൊട്ട് കാവൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ദുനിയാവും രക്ഷ, ആഖിറവും രക്ഷ ഖുർആൻ കൊണ്ട്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അനുവാദം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ
പരിശുദ്ധമായ ഖുർആൻ ഞാൻ ജനങ്ങൾക്ക് മുമ്പ് ഓതട്ടെ ഹബീബേ. കഅബാലയത്തിന്റെ പരിസരത്ത് നിന്ന് ഈ പരിശുദ്ധമായ ഇസ്ലാം യാഥാർത്ഥ്യമാണല്ലോ, സത്യമാണല്ലോ ഹബീബേ, ഹഖായ ദീനല്ലേ ഹബീബേ. ഞാൻ പരിശുദ്ധ കഅബയുടെ പരിസരത്ത് ചെന്ന് ഈ ഖുർആൻ ജനങ്ങളിലേക്ക് ഉറക്കെ ഓതി കേൾപ്പിക്കട്ടെയോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം നൽകുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സന്തോഷത്തിന്റെ ആധിക്യത്താൽ ആറാമത്തെ മുസ്ലിമാണ്, ഇസ്ലാമിന്റെ ആറാമത്തെ മുസ്ലിമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് നിന്നുകൊണ്ട് പരിശുദ്ധമായ സൂറത്തുർ റഹ്മാൻ ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان. തീരേണ്ട താമസം ബഹുമാനപ്പെട്ടവരുടെ കരണക്കുത്തി കടികിട്ടുകയാണ്. മുഖത്തതാ ഒരു കൈവന്നുകൊണ്ട് പതിയുകയാണ്. അബൂജഹലിന്റെ അടിയാണ്. ചെവിക്കുത്തി പൊട്ടുകയാണ്. രക്തം മാറുന്നൊലിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ ബോധം കെട്ട് നിരത്തി വീഴുകയാണ്. സ്വഹാബത്ത് കൂടെയുള്ള മുഅ്മിനീങ്ങൾ അദ്ദേഹത്തെ വാരിയെടുത്ത് കൊണ്ടുപോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ കൊണ്ടുപോയാണ്. അദ്ദേഹത്തിന്റെ ചെവി പൊട്ടിയിട്ട് രക്തം മാറുന്നൊലിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ആശ്വസിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ആശ്വസിപ്പിക്കുകയാണ്. പഠിച്ചു വെക്കണേ, കടക്കൽ മുക്കുന്നത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, ഖുർആൻ പാരായണം ചെയ്യുന്ന മനുഷ്യന് ഈ ദുനിയാവിൽ വിപത്തുണ്ടായാൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു പരിഹാരം നിർദ്ദേശിക്കുകയാണ്. കഴിഞ്ഞില്ല ഹിജ്റയുടെ 2-ാം വർഷം ബദറിന്റേതാകുന്ന രണാങ്കണം ശത്രുക്കൾ കടന്നു വന്നിരിക്കുകയാണ്. 1000-ഓളം വരുന്ന ശത്രു സൈന്യവുമായിട്ട് അബൂജഹൽ ഇതാ കടന്നു വന്നിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളടക്കമുള്ള 313ഓളം വരുന്ന അങ്കുലി പരിമിതമാകുന്ന സഹാബത്ത് പരിശുദ്ധമായ റമദാൻ മാസം 17-ന്റെ നിറവ് വെള്ളിയാഴ്ചയുടെ പകലിൽ പരിശുദ്ധമായ ബദറിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. മുആദ് മുഅവ്വിദ് എന്ന് പറയുന്ന 2 ചെറിയ കുട്ടികൾ കണങ്കാല് നോക്കി ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഇടയിൽ നിന്ന് നേരെ അബൂജഹലിനെ പോയി വെട്ടി വീഴ്ത്തുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്നോട് 2 ചെറിയ കുട്ടികൾ എന്നെ വലത്തും ഇടത്തും വന്നുകൊണ്ട് അഫ്റാഇന്റെ ബീവി അഫ്റാഇന്റെ 2 ചെറിയ മക്കൾ മുആദ് മുഅവ്വിദ് എന്ന പേരുള്ള ചെറിയ മക്കൾ അവർ വന്നുകൊണ്ട് എന്നോട് ചോദിക്കുന്നു, എവിടെ അബൂജഹൽ, എവിടെ റസൂലുള്ളാഹിനെ വെല്ലുവിളിക്കുന്ന അബൂജഹൽ, ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ. അപ്പോൾ അതാ ശത്രുക്കളക്കിടയിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ വെട്ടിവീഴ്ത്തുന്ന അബൂജഹലിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ചെറിയ 2 മക്കളിതാ വാളെടുത്തുകൊണ്ട് ഒരയിൽ നിന്ന് വാളെടുത്തുകൊണ്ട് വേഗം തന്നെ ചെല്ലുകയാണ്. അബൂജഹലിന്റെ കണങ്കാല് നോക്കി വെട്ടിവീഴ്ത്തുകയാണ്. അബൂജഹൽ നിലത്ത് വീഴുകയാണ്. ഉടനെ അബൂജഹലിന്റെ അടുക്കലേക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ചെന്നു അബൂജഹലിന്റെ നെഞ്ചത്ത് കയറിയിരുന്നു. അവന്റെ കഴുത്തിൽ കടാര വെച്ചുകൊണ്ട് വരിഞ്ഞു മുറിക്കുകയാണ്, വെട്ടിയെടുക്കുകയാണ്. ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്? ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാൻ കഅബയുടെ പരിസരത്ത് നിന്ന് കൊണ്ടുപോയപ്പോ കരണക്കുത്തി നോക്കി അടിച്ചവരല്ലേ ഇന്നിതാ അവന്റെ തല വെട്ടിയെടുക്കുകയാണ്. അബൂജഹലിന്റെ തല വെട്ടിയെടുത്തത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ തന്റെ വാളിന്റേതാകുന്ന തുമ്പത്ത് തല വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സൗദത്തിലേക്ക് ചെന്നപ്പോ തങ്ങൾ പറയുകയാണ്, ഇബ്നു മസ്ഊദ്, ഇത് വല്ലാതെ കൂടിപ്പോയല്ലോ. അൽ ഉദ്നു ബിൽ ഉദ്ന് വറഉസു സിയാദാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ചെവിക്ക് ചെവിയാണ്, നീ ചെവിയുടെ ഭാഗം വെച്ചുകൊണ്ട് തല വെട്ടിയിട്ടുണ്ട്. ചെവിക്ക് ചെവിതാ വ്യക്തമായി കൊടുത്തു. വറഉസു സിയാദാ, തല അധികമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ചെവിക്ക്
ചെവിക്ക് ചെവി, അൽ ഉദ്നു ബിൽ ഉദ്ൻ. ഖുർആന്റെ നിയമം അതാണ്. ഒരു വ്യക്തിയുടെ ചെവി മുറിച്ചാൽ അവന്റെ ചെവി മുറിക്കല. നീ ആ ചെവിയുടെ ഭാഗം വെച്ച് മുറിച്ച് തല വെട്ടിങ്ങെടുത്തിട്ടുണ്ട്. ഖുർആനിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന നിന്നെ എന്റെ ചെവിക്കുറ്റി നോക്കി അടിച്ചതാകുന്ന അവന്റെ തല വെട്ടിയെടുത്തത് അത് അധികമാണ്. അത് ഖുർആനിനോട് കളിച്ചാൽ അങ്ങനെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വേറെ സ്വഹാബത്തിലായിരുന്നു അവിടെ വധിക്കാൻ. അലിയാരിതങ്ങളില്ലേ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളില്ലേ. അവർക്കാർക്കും കിട്ടാത്ത ഒരു നേട്ടം അബൂജഹലിന്റെ തല വെട്ടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തലത്തിലിറക്കിയത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. കാരണം എന്തുകൊണ്ട്? ഖുർആനിനെതിരെ പ്രതികരിച്ച ഒരു കടപ്പുണ്ട്. അന്ന് ബഹുമാനപ്പെട്ടവരുടെ ചെവി പൊട്ടി ഒലിച്ചു, രക്തം വാർന്നൊലിച്ചു. അന്ന് അദ്ദേഹം ക്ഷമിച്ചു. ഇന്നതാ ബദറിന്റെ രണാങ്കളത്തിൽ വെച്ചുകൊണ്ട് വർഷങ്ങൾക്കിപ്പുറം ഹിജറയുടെ 2-ാം വർഷം റമളാനിൽ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന 17ന്റെ സുദിനത്തിൽ അബൂജഹലിന്റെ തല വെട്ടിയെടുക്കാൻ ആർക്കാണ് അതിന് അവസരം അല്ലാഹു കൊടുത്തത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന ഖുർആൻ നല്ലതുപോലെ ഓതിയിരുന്ന ഖാരിഈനാണ്. മനസ്സിലാക്കണം. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെതിരെ ശത്രുക്കൾ വരുമ്പോ നിങ്ങൾ അതിൽ വിഷമിക്കേണ്ടതില്ല. ജനാധിപത്യപരമായ നിലയിൽ തന്നെ നമ്മൾ മുന്നേറുക. ഇപ്പൊ വഖഫ് സ്വത്തിന്റെ വിഷയം, ലക്ഷക്കണക്കിന് സമ്പത്ത് മുസ്ലിം സമുദായത്തിൻ്റെതാകുന്ന സമ്പത്ത് കണ്ടുകെട്ടണമെന്ന് കേന്ദ്ര ഗവൺമെന്റിൻ്റെതാകുന്ന നയപ്രഖ്യാപനം വന്നപ്പോ അതിനെതിരെ ശക്തമായി ആദ്യം പ്രതികരിച്ചുകൊണ്ട് രംഗത്തിറങ്ങി ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ സമുന്നതരാകുന്ന ഉലമാക്കൾ, നേതാക്കൾ. അവരതിനുവേണ്ടി പ്രത്യേകമായി പ്രിയപ്പെട്ടതാകുന്ന അനുയായികളോട് വരണമെന്ന് പറഞ്ഞ് രാജ്ഭവനിൽ മാർച്ച് നടത്തി. നമ്മളെല്ലാവരും കണ്ടതുമാണ്, അതിലൊക്കെ പങ്കെടുത്തവരുമാണ്. ശക്തമായി പ്രതിരോധം തീർത്തു. വഖഫ് ഭേദഗതി ബില്ല് പാടില്ല. 40ഓളം വരുന്ന ആ ഭേദഗതി മുസ്ലിം സമുദായത്തിന് പ്രയാസമുണ്ടാക്കും, അവരുടെ സ്വത്തുക്കളെ കണ്ടെടുക്കുമെന്ന് മനസ്സിലാക്കി ശക്തമായി പ്രതിരോധം തീർത്തു. കടക്കൽ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ സമുന്നതരായ ഉസ്താദുമാർ ആ വിഷയത്തിൽ ശക്തിയുക്തം എതിർപ്പ്. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഈ സമുദായത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ട് ഇത്രയേറെ രാപ്പകൽ അധ്വാനിക്കുന്ന സമുന്നതരാകുന്ന നേതാക്കളില്ല. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ളതാകുന്ന വിഷയങ്ങൾ കടന്നു വരുമ്പോ മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് നിലകൊള്ളണം. ദീൻ മുറുകെ പിടിച്ചവർക്ക് ഒരു നിലയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസം കൊടുക്കൂല. അതിന് ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ജീവിത ചരിത്രം. ഖുർആൻ മുറുകെ പിടിച്ച് ജീവിച്ചു. ഞാൻ എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഹാഫിളീങ്ങളാകുന്ന മക്കളോട്, ഇന്ന് സനദ് വാങ്ങിയിറങ്ങിയ പ്രിയപ്പെട്ടതാകുന്ന മക്കളോടും ഞാൻ പ്രത്യേകമായി ഉണർത്തുകയാണ്, നമ്മളെല്ലാവരും ഖുർആനിന്റെ വാഹകരാണ്. ഖുർആനിന്റെ വാഹകർ എന്ന് പറഞ്ഞാൽ ഹും ഖവാസുല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പരിചയപ്പെടുത്തിയത് അല്ലാഹുവിന്റെ പ്രത്യേകക്കാർ എന്നാണ്. അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാണ് അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ വാഹകർ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങൾ ആ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം, ചിട്ടയായ ജീവിതം നിങ്ങൾ നയിക്കണം. 80 വർഷത്തോളം പരിശുദ്ധമായ ദീനിന് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ രാപ്പകൽ അധ്വാനിച്ചതാകുന്ന വന്നിരാകുന്ന കടക്കൽ ഉസ്താദ് നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് വലിയൊരു പാഠപുസ്തകമാണ് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം തന്നെ. ഒരുപാട് വിഷയങ്ങൾ എഴുതാനുണ്ട്. നമ്മുടെതാകുന്ന മക്കൾക്ക് വേണ്ടി ഗൾഫ് നാടുകൾ പോയി പാവപ്പെട്ടതാകുന്ന ജനങ്ങൾക്ക് മുമ്പാകെ കൈനീട്ടി നമ്മുടേതാകുന്ന ഈ സ്ഥാപനം, ഈ മുക്കുന്നം യതീംഖാനയും ഈ പ്രിയപ്പെട്ടതാകുന്ന ഹിഫ്ളുൽ ഖുർആനും മനോഹരമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി രാപ്പകൽ അധ്വാനിച്ചു. ഇന്ന് അദ്ദേഹം ക്ഷീണിച്ചതും അദ്ദേഹത്തിന്റെ താടിരോമങ്ങൾ നരച്ചതും ഈ പ്രായാധിക്യത്തിലേക്ക് എത്തി ക്ഷീണം വകവെക്കാതെ ഇപ്പോഴും ഓടുന്നതും അശ്രാന്ത പരിശ്രമം നടത്തുന്നതും ഈ മക്കൾക്ക് വേണ്ടി തന്നെയാണ്. 72ഓളം പാവപ്പെട്ട അനാഥ മക്കളെ അൽഹംദുലില്ലാഹ് ഇതുവരെ വിവാഹം ചെയ്യാൻ നമ്മുടെ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എത്രയോ വിവാഹ സദസ്സുകളിൽ അൽഹംദുലില്ലാഹ് റമദാനിൽ നടക്കുന്ന വിവാഹ സദസ്സുകളിൽ ഈ വിനീതന് ഭാഗവാക്കാകാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ട് ഈ സ്ഥാപനവുമായി മനസ്സിലാക്കിയ ബന്ധമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പെടുത്താൻ എത്രയോ യതീം കുട്ടികളുടേതാകുന്ന പ്രാർത്ഥന, എത്രയോ അനാഥ മക്കളുടെ പ്രാർത്ഥന ഇപ്പോഴും ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നില്ലേ? ചെറിയ കുട്ടികൾ, 2 വയസ്സുള്ള 3 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുവന്ന്, ചെറിയ മക്കളെ കൊണ്ടുവന്ന്
ചേർത്തിട്ട് അവരെ പിന്നീട് വിദ്യാഭ്യാസം കൊടുക്കാൻ, ആത്മീയമായ വിദ്യാഭ്യാസം കൊടുക്കുന്നു, ഭൗതികമാകുന്ന അറിവ് കൊടുക്കുന്നു. അവസാനം 18-20 വയസ്സാകുമ്പോ നല്ല ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി വിവാഹം കഴിച്ചു വിടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഉത്തമമാകുന്ന ബാധ്യതയാണ്, വലിയ കർത്തവ്യമാണത്. നമ്മളൊക്കെ പലരും ഒരു പെൺകുട്ടിയെ കൊണ്ട് മതിയാക്കിയവരുണ്ട്. വിവാഹം കഴിഞ്ഞ് ഭാര്യയോട് പറയും ഇനി മതി. പെൺകുട്ടിയാകും ചിലപ്പോ പേടിയാണ്. കാരണം എന്തുകൊണ്ടാ? കെട്ടിക്കണ്ടേ എന്ന് ഓർത്തിട്ടാണ്. ഒരു പെൺകുട്ടി ആയിപ്പോയാൽ അതിനെ വിദ്യാഭ്യാസം കൊടുത്ത് ഈ കാലഘട്ടത്തിൽ വിവാഹം ചെയ്തു കൊടുക്കാൻ വലിയ പ്രയാസം. അതുകൊണ്ട് ശാരീരികമാകുന്ന ബന്ധം പോലും വേണ്ട എന്ന് പറഞ്ഞ് വിച്ഛേദിച്ചിട്ട് ആ കലശം പോലും വേണ്ട എന്ന് വെക്കുന്ന ആളുകൾ വരെ ഈ സമുദായത്തിലുണ്ട്. ഇല്ല എന്നാരും പറയണ്ട. രണ്ടുപേരെ കൊണ്ട് മതിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ മാറിയിട്ടുണ്ട്. കാരണം പേടിയാണ് എങ്ങനെ കെട്ടിച്ചു വിടുമെന്ന്. അവിടെയാണ് 10-72 മക്കളെ സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച് മാന്യമാകുന്ന വിദ്യാഭ്യാസം കൊടുത്ത് മാന്യമായ നിലയിൽ അവർക്ക് വിവാഹം ചെയ്തയച്ചു എന്ന് പറയുന്നത്. അത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരാകുന്ന ആളുകളുടെ സഹായം കൊണ്ട് മാത്രമാണ്. അതല്ല എന്ന് ഉസ്താദ് പറയുന്നില്ല. പക്ഷേ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചു ഒരു വ്യക്തി. കടക്കൽ ഉസ്താദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടാണ് ഇത് നടന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്നിവിടെ സനത് വാങ്ങിയ 10-73 വരുന്ന 40 വരുന്നതാകുന്ന ആൺകുട്ടികളും അതിന് പുറത്തു വരുന്ന 10-21 വരുന്നതാകുന്ന പെൺകുട്ടികളുടെ മക്കളുള്ളതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന ഹാഫിദത്തുമായ മക്കൾ, അവരൊക്കെ ഖുർആനിന്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ചതും വന്നിരാകുന്ന ഉസ്താദിന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ്. അല്ലാഹു ഇതൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് ഇവിടെ നടന്ന പ്രഭാഷണത്തിന്റെ അവസാനം ഷാള് തന്നെ ഉസ്താദിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഉസ്താദിനെ അനുമോദിക്കൽ നിർബന്ധമാണ്. കാലം തീർച്ചയായിട്ടും ഉസ്താദിനെ തിരിച്ചറിയുക തന്നെ ചെയ്യും. അത്രയേറെ അധ്വാനിച്ചിട്ടുണ്ട്. ഉസ്താദിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏതെല്ലാം ചീത്തവാക്കുകൾ വിഷയങ്ങൾ ദീനിനെതിരെ എന്തെല്ലാം നിലക്ക് സംസാരിച്ചാലും ഇന്ന് വരെ ഒരാളോടും ദേഷ്യപ്പെടുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. കടക്കൽ ഉസ്താദ് ഒരു വ്യക്തിയോട് ചൂടായിക്കൊണ്ട് വർത്തമാനം പറയുന്ന ഒരു വീഡിയോ പോലും ഇന്ന് വരെ എവിടെയും ആരും ദർശിച്ചിട്ടില്ല. അത്രയേറെ സ്നേഹ സമസ്രണമാകുന്ന പെരുമാറ്റത്തിലൂടെ നമ്മുടെയൊക്കെ മനസ്സിന് മനം കവരാൻ അദ്ദേഹത്തിന് സാധ്യമായത് ദീൻ മുറുകെ പിടിച്ചതുകൊണ്ടാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് മനുഷ്യർ മുഴുവനും മരണപ്പെട്ട് ഖബറിലേക്ക് എത്തും. ഖബറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആ ഖബർ പിളർന്ന് മഹ്ശറയിലേക്ക് കൊണ്ടുവരുന്നതായ ഒരു രംഗമുണ്ട്. വയൗമ യുൻഫഖു ഫിസ്സൂർ ഫസൈഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മാ ശാ അല്ലാഹ് ثم ينفخ فيه أخرى فإذا هم قيام ينظرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം 3 ഊതലാണ് നടത്തുക. രണ്ടാമത്തെ ഊത്തിലൂടെ തന്നെ ലോക ജനത മുഴുവൻ മരണത്തിലേക്ക് വഴിമാറുകയാണ്. ഒന്നാമത്തെ ഊത്തിലൂടെ ജനങ്ങളെ മുഴുവനെ പേടിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഊത്തിലൂടെ ജനങ്ങളെ മുഴുവനും അല്ലാഹു മരണത്തിലേക്ക് കൊണ്ടുപോയാണ്. എല്ലാവരും ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞു. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് സർവരും പോയിട്ടുണ്ട്. ഒരാളുമില്ല, ഒരാള് മാത്രമാണ് ഉള്ളത്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകരായ സർവേശ്വരനായ അല്ലാഹ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും ഇല്ലാതാവുകയാണ്. എല്ലാവരും നശിക്കുകയാണ്. ഒരാൾ മാത്രമാണ് ബാക്കിയാകുന്നത്. അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, ജഗന്നിയന്താവാണ്, ഈ ലോകത്തിന്റെ പരിപാലകനാണ്, ഈ ലോകത്തിന്റെ സർവേശ്വരനാണ്, ഈ ലോകത്തിന്റെ സർവാധിപതിയായ അല്ലാഹയാണ്. അല്ലാഹു ഒഴികെ ബാക്കിയുള്ള സർവരും ഇതാ മരണത്തിലേക്ക് വഴിമാറി. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് റൂഹ് ഇട്ടു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തോട് പറയും, ഇസ്രാഫീലേ, മൂന്നാമത്തെ ഊത്ത് നീ ഓതണേ. മൂന്നാമത്തെ ഒരു ഊത്ത് കൂടി നീ ഓതണം. ഇസ്രാഫീൽ അലൈഹിസ്സലാം മൂന്നാമത്തെ ഊത്ത് ഊതുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു സാദാ സീത ഊത്തായിട്ട് സൂറന്ന കാഹളത്തെ നിങ്ങൾ കാണരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു അറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിച്ചുവല്ലോ, മസ്സൂറു യാ റസൂലല്ലാഹ്, സൂറന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, സൂറന്ന് പറഞ്ഞാൽ ഹുവ ഖറനും മിൻ നൂർ, പ്രകാശത്താലുള്ള ഒരു കുഴലാണ്, പ്രകാശത്താലുള്ള കുഴലാണ്. വഅലമു ദാഇറത്തിൽ ഖറൻ കഅറലിസ് സമാ എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അല്ലാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, ആ സൂറന്ന കാഹളത്തിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, ഏഴാം ആകാശത്തിന്റെ മുകൾ തൊട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ പ്രകാശത്തിൻ്റെതായ ഒരു കുഴലാണ് സൂറന്ന കാഹളമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാം ആകാശത്തിന്റെ മുകളിൽത്തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള ഒരു കുഴലാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണാത്തത്, അതൊരു പ്രകാശത്താലുള്ള കുഴലാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ഊതിയാൽ ഏഴാം ആകാശത്തിന്റെ മുകളിൽത്തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെയുള്ളവരുടെ കാതിലടിക്കും, ഒരാൾക്ക് ഒഴിവാവൂല. അതാണ് സൂറന്ന കാഹളം. അല്ലാതെ ഏതെങ്കിലും ഒരു ശംഖ് പിടിച്ചിട്ട് ഒരാൾ കുഴിലൂത്ത് നടത്തുന്നത് പോലെയുള്ള ഊത്തായിട്ട് നിങ്ങൾ കാണരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലമ്മാ ഫറഗല്ലാഹു തആല മിൻ ഖൽഖിസ് സമാവാതി വൽ അർദ് ഖലഖസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലമ്മാ ഫറഗല്ലാഹു തആല മിൻ ഖൽഖിസ് സമാവാതി വൽ അർദ്, ഏഴ് ആകാശങ്ങളെയും ഏഴ് ഭൂമികളെയും അല്ലാഹു പടച്ചതിന് ശേഷം മൂന്നാമതായി അല്ലാഹു സൃഷ്ടിച്ചത് ഖലഖസു, സൂറന്ന കാഹളത്തെയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കാരണം ഈ ആകാശങ്ങളെ തകർക്കാൻ ഈ സൂറ വേണം, ഈ ഭൂമിയെ തകർക്കാൻ ഈ സൂറ വേണം, ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും നശിപ്പിക്കാൻ ഈ സൂറന്ന കാഹളം കൊണ്ടേ സാധ്യമാകൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം മൂന്നാമതായി സൃഷ്ടിച്ചത് ഖലഖസൂറ, സൂറന്ന കാഹളത്തെയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൂറന്ന കാഹളത്തിലൂടെയുള്ള ഊതലാണ്. വയൗമ യൂഫഖു ഫിസ്സൂർ ഫസയഖ മൻ ഫിസ്സമാവാതി വൽ അർദ് ഇല്ലാ മാ ശാ അല്ലാഹ് ثم ينفخ فيه أخرى فإذا هم قيام ينظرون. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ മൂന്നാമത്തെ ഊത്തങ്ങോട് ഓതുമ്പോ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും ഖബറിൽ നിന്ന് ഖബറെ പിളർത്തിക്കൊണ്ട് എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഖുർആൻ പഠിച്ചതാകുന്ന സാലിഹീകളാകുന്ന മക്കളില്ലേ, ഖുർആനിന്റെ വഴിത്താരയിലൂടെ നടന്നു നീങ്ങിയതായ മുതഅല്ലിമീങ്ങളില്ലേ, ആലിമീങ്ങളില്ലേ, ഇന്നർ റജുല യൽഖാ സാഹിബഹു ഹീന യൻഷഖുൽ ഖബറു അൻഹു.
സാലിഹീങ്ങളാകുന്ന ആളുകൾ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് ജനങ്ങളിൽ പരിപൂർണമായി പരിവർത്തനമുണ്ടാക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്തതായ സാലിഹീങ്ങളില്ലേ, സാലിഹത്തികളില്ലേ, അവർ ഖബർ പിളർന്നുകൊണ്ട് മഹ്ശറിലേക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോ യൽഖാ സാഹിബഹു, അവരുടെ കൂട്ടുകാരെ ഖബറിന്റെ മുന്നിൽ കാണുകയാണ്. ഒരാള് ഖബറിന്റെ മുന്നിൽ തൂവെള്ള വസ്ത്രം ധരിച്ച് നല്ല തലേക്കെട്ടൊക്കെ കെട്ടി ഒരാള് മുന്നിൽ വന്ന് നിൽക്കുക. എല്ലാരും മഹ്ശറിലേക്ക് ഓടാണ്. സൂറിടത്തിനിലെ ഇസ്റഫിൽ ഓരടുത്തിടലേ ക്ഷണമില കോനവന്റെ മറാലതിൽ ഇസ്റാഫിലൂതിടലായി ജഹനമദാഗ സൽസലദായി. സൂറിടത്തിനിലെ ഇസ്റഫിൽ ഒരടുത്തിടലേ ക്ഷണമില കോനവന്റെ മറാലതിൽ ഇസ്റാഫിലൂതിടലായി ഗഹനമദാകെ സൽസലദായി. ഹജ്ർ പൊട്ടിടലായി ജബൽ കടലാകെ മുട്ടിടലായി സമയമ ജബൽ തകൃതക തകൃത തകൃതക തിമൃതത വളമതായി നുജുമുകൾ സകല മടരുവതായി. എല്ലാം തകർക്കപ്പെടുന്ന സമയമാണ്. അപ്പൊ ഖബർ പിളർന്നിട്ട് ജനങ്ങൾ മുഴുവൻ മഹ്ശറിലേക്ക് ഓടുമ്പോ ഖുർആൻ പഠിച്ചതാകുന്ന സ്വാലിഹീങ്ങളാകുന്ന ആളുകൾ, ഖുർആന്റെ വാഹകർ, ഖുർആൻ നല്ലതുപോലെ ഓതിക്കൊണ്ടിരുന്ന മനുഷ്യർ, അവര് ഖബറിൽ നിന്ന് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോ ഖബറിന്റെ മുന്നിൽ ഒരാൾ വന്ന് നിൽക്കും, ഒരു മനുഷ്യൻ വന്ന് നിൽക്കും. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ ഖബർ വളർന്നുകൊണ്ട് നിൽക്കുന്നതാകുന്ന മനുഷ്യന്റെ മുന്നിൽ ആ നല്ല സ്വാലിഹിന്റെ ആകുന്ന രൂപത്തിൽ തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് തലയെക്കെട്ട് കെട്ടിയ മനുഷ്യൻ ചോദിക്കുകയാണ്, ഹൽ തഅരിഫുനി, നിനക്കെന്നെ മനസ്സിലായില്ലേ, മനസ്സിലായില്ലേ? ഹൽ തഅരിഫുനി, നിനക്കെന്നെ മനസ്സിലായില്ലേ? അപ്പൊ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഇയാൾ എഴുന്നേറ്റ് കൊണ്ടിരിക്കുകയാണ്. അയാൾ പറയും, ആരാ? എനിക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല, ആരാണ് നീ? ഫയുഖാലു ലഹു, വീണ്ടും അവനോട് പറയുകയാണ്, ഹൽ തഅരിഫുനി, സൂക്ഷിച്ചു നോക്കണേ, നോക്കണേ, എന്നെ നിനക്ക് മനസ്സിലായില്ലേ, എന്നെ നിനക്ക് മനസ്സിലായില്ലേ? ഫയുഖാലു ലഹു, വീണ്ടും ആ മനുഷ്യനോട് പറയപ്പെടുകയാണ്, ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നതായ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് നിന്നെ മനസ്സിലായില്ല, ആരാണ് നീ, ഏതാണ് നീ? അപ്പോൾ ആ തൂവെള്ള വസ്ത്രം ധരിച്ച മനുഷ്യന് പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ, അന സാഹിബുക്കൽ ഖുർആൻ, ഞാനാണ് നിന്റെ പരിശുദ്ധമായ ഖുർആൻ, നീ നിന്റെ ജീവിതത്തിൽ ഓതിക്കൊണ്ടിരുന്ന പരിശുദ്ധമായ ഖുർആനാണ് ഞാൻ. അല്ലദീ അൽമഉതുക ഫിൽ ഹവാജിർ വസഹറത ലൈലതക, നിന്റെ രാത്രിയിൽ നീ ഉറക്കമൊഴിച്ചുകൊണ്ട് ഓതി തീർത്തതായ പരിശുദ്ധമായ ഖുർആനാണ്, ഖുർആനാണ്. എത്രയോ സമയങ്ങളാണ് നീ ഖുർആൻ ഓതിയത്, ഏതെല്ലാം രാത്രിയാണ് എനിക്ക് വേണ്ടി നീ മാറ്റിവെച്ചത്, ഏതെല്ലാം നിസ്കാരത്തിനാണ് നീ ഖുർആൻ ഓതി തീർത്തത്, ഏതെല്ലാം സമയങ്ങളിലും സന്ദർഭങ്ങളിലുമാണ് നീ ഖുർആൻ എന്ന എന്നെ ഓതി തീർത്തത്. എല്ലാ ദിവസവും യാസീൻ ഓതിയ ഉമ്മമാരില്ലേ, ഖുർആനിന്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കുന്ന സൂറത്തല്ലേ, ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സാബ, പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം അത് യാസീനാണ്, യാസീനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. യാസീൻ ഓതിയവരില്ലേ, സൂറത്തുൽ വാഖിയ ഓതിയവരില്ലേ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ് പവിത്രമായ സൂറത്തുൽ വാഖിയ. അതാ പഠിക്കണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദേ, നീ നിന്റെ വീട്ടിലെ പെൺമക്കൾക്കെല്ലാം ഇത് പഠിപ്പിച്ചു കൊടുക്കണം. പെൺകുട്ടികൾ അധികമുള്ള സ്വഹാബിയാണ് ആര്? മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ശരിക്കും ശ്രദ്ധിക്കണേ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിർത്താൻ സുദീർഘമാക്കുന്നില്ല.
പെൺകുട്ടികൾ ധാരാളമുള്ള സഹാബിയാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ റസൂൽ ഏത് സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തു? സൂറത്തുൽ വാഖിയ. എന്നിട്ട് പറഞ്ഞു അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിയ, നിന്റെ പെൺമക്കൾക്ക് ഈ സൂറത്തുൽ വാഖിയ പഠിപ്പിക്കണം, ദാരിദ്ര്യം ഉണ്ടാവൂല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഭർത്താവ് ഗൾഫിൽ, ഭർത്താവ് പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നു. ആ പ്രിയപ്പെട്ടതാകുന്ന മാരനെ ചേർത്ത് നിർത്താൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സന്തോഷം പകരാൻ, അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും കൃഷിയിലും ഒക്കെ ബറക്കത്തുണ്ടാകാൻ, ജോലിയിൽ എല്ലാവിധ സന്തോഷവും കിട്ടാൻ, സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി ലഭിക്കാൻ ഭാര്യ ആ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവിനെ താങ്ങായി തണലായി വർത്തിക്കേണ്ട ഒരു രംഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പെൺകുട്ടികൾ പരിശുദ്ധമായ ഖുർആൻ ഓതണം, പ്രത്യേകിച്ച് സൂറത്തുൽ വാഖിയ ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദാരിദ്ര്യം ഉണ്ടാവുകയേ ഇല്ല. ചരിത്രം വിശാലമാണ്, ഞാൻ ചുരുക്കി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ സ്വർണത്തിന്റെ ഒരു കിടിയുമായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ആളെ വിട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖലീഫയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് പെൺമക്കൾ അധികമല്ലേ, നിങ്ങളുടെ ദാരിദ്ര്യം ഇതോടുകൂടി തീരും, പ്രയാസമൊക്കെ മാറും, ഈ സമ്പത്ത് കൈവച്ചോ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട സ്വർണ്ണ നാണയം. സ്വർണ്ണ നാണയാണ് ഫ്രീ കിട്ടിയാലും പോക്കറ്റിലിടുന്ന കൗമാണ് നമ്മൾ. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ശരിയല്ലേ? ഒരു പൊതി ബിരിയാണി കിട്ടി, രണ്ടാമത് കിട്ടിയാലും വീണ്ടും വാങ്ങും, മൂന്നാമത് കിട്ടിയ വീണ്ടും വാങ്ങും, നാലാമത് കിട്ടിയ വീണ്ടും വാങ്ങും, അഞ്ചാമത് കൊടുത്തു, വീട്ടിൽ 5 പേരില്ല എന്നാലും വീണ്ടും വാങ്ങും. അപ്പച്ചമ്പി വെച്ച് ആവി കയറ്റി അടിക്കാമല്ലോ, ആഹത്തായിട്ട് വീണ്ടും വാങ്ങും. അന്നാ ഹാജിയാരെ 6ാമതൊരു പൊതി വേണ്ടാന്ന് പറയും, ഉണ്ടോ തന്നേക്കെന്ന് പറയും. ഇതാണ് നമ്മുടെ അവസ്ഥ. എത്ര കിട്ടിയാലും മതിയാവൂല. ഇത് റമദാനിൽ കിട്ടിയാലും മതിയാവൂല. പിറ്റേ ദിവസം നോമ്പാണ്, കഴിക്കാൻ പറ്റൂല, നല്ലപോലെ അറിയാം. എന്നാലും 17 രാവിലെ കിട്ടുന്ന പൊതിയൊക്കെ ആക്റ്റീവാക്കകത്ത് വെച്ച് ആക്റ്റീവായിട്ട് ആചാര്യ പോകും. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇത് സമ്പത്ത് കൈവെള്ളയിലില്ല, ദാരിദ്ര്യമാണ്, പ്രയാസമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈമാൻ, അദ്ദേഹം പറയുന്നു അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ വാഖിയ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അത് മതി, വേറെ ഒന്നും വേണ്ട. എന്റെ ജീവിതത്തിൽ അത് മതി. സൂറത്തുൽ വാഖിയ അങ്ങനെ നിത്യമാക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അടുത്ത ഖലീഫ ആര്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. അദ്ദേഹം സ്വർണത്തിന്റെ നാണയം ഇതേപോലെ കൊടുത്തു വിട്ടു, വാങ്ങിച്ചില്ല. ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം, അദ്ദേഹം സ്വർണത്തിന്റെ കിഴി കൊടുത്തു വിട്ടു. വാങ്ങിച്ചോ? വാങ്ങിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട, കാരണം എന്റെ മക്കൾക്കും എനിക്കും എന്ത് മതി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ സൂറത്ത് മതി. ഞങ്ങൾക്ക് ആഹാരം കഴിച്ച് മറ്റൊരുത്തന്റെ മുന്നിൽ പോയി കൈനീട്ടി യാചിക്കേണ്ട ഗതി വരൂല, ഉറപ്പാണ്. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ കൊണ്ട് ജീവിച്ചവരാണവർ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മളോ ഈ ഇതാവക്കത്തെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ പരിശുദ്ധമായ ദീനിനെതിരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാം, സാധേ ദാരിദ്ര്യം, സാധേ ബുദ്ധിമുട്ടാ, സാധേ പ്രയാസം. സൂറത്തുൽ വാഖിയ കൊണ്ട് നിയത്ത് വെച്ച് ചോദിക്കേ. വീട്ടിലെ 4 പേരുണ്ട്, ഉമ്മായി മാമായി മക്കളും അടക്കം. 4 പേരും 4 സൂറത്ത് ഓതുന്നു, 4 പ്രാവശ്യം ഓതുന്നു പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ വാഖിയ. മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. യാസീൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, ഇതൊന്നും ജീവിതത്തിൽ മുടങ്ങാൻ പാടില്ലാത്ത സൂറത്താണ്. എല്ലാ ദിവസവും ഓതേണ്ടതാണ്. യാസീൻ ഓതിയാലെന്താ? ഖുർആന്റെ ഹൃദയമാണ്. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആന്റെ ഹൃദയം യാസീനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. യാസീൻ ലിമാ ഖുരിഅ ലഹു, എന്ത് ലക്ഷ്യം വെച്ച് ഓതുന്നോ അത് നിറവേറുമെന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്ത് ലക്ഷ്യത്തിന് വേണ്ടി യാസീൻ ഓതാം? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഓത്. സൂറത്തുൽ വാഖിയ നിയത്തി. ഖബർ ശിക്ഷ, ഏകാന്തതയിൽ നിനക്ക് സംരക്ഷണം കിട്ടാൻ, ഖബറിലുള്ള അദാബ് നിനക്ക് നീങ്ങിക്കിട്ടാൻ ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓത്. സൂറത്തുൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക്. ഇതൊന്നും മുടങ്ങാൻ പാടില്ല. എല്ലാ ദിവസവും എത്ര തിരക്കുണ്ടെങ്കിലും ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. كان النبي صلى الله عليه وسلم لا ينام حتى يقرأ ألف لام ميم سجدا وسورة الملك. എത്ര രാത്രിയായാലും ഉറങ്ങുന്നതിന് മുമ്പ് നബി തങ്ങൾ ഓതിയിരുന്ന 2 സൂറത്താണ് സൂറത്തു സജദയും സൂറത്തുൽ മുൽക്കുമെന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ.
സൂറത്തു സജദ ഒറ്റ ദിവസം മുടങ്ങി. ഉറങ്ങുന്നതിന് മുമ്പ് നബിതങ്ങൾ ഇന്ന് ഓതിയിട്ടില്ല, വേഗം തന്നെ സൂറത്തു സജദയും ഓതും, സൂറത്തുൽ മുൽക്ക് ഓതും. പാവിരിക്കുമ്പോ നമ്മൾ ഓർക്കണം, ഈ സൂറത്ത് ഓതിയോ ഇല്ല, അവ ഖുർആൻ എടുക്കുക, 2 സൂറത്ത് ഓതിയിട്ട് ഉറങ്ങാവുള്ളൂ. സൂഫിയാക്കളുടെ ഒരു രീതിയുണ്ട്, രാത്രിയിൽ അവർ നിസ്കരിക്കുമ്പോൾ മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് അല്ലെങ്കിൽ അവ്വാബീന്റെ സുന്നത്ത്, മഗ്‌രിബിനുള്ള സുന്നത്ത് നിസ്കാരം, ഇങ്ങനെയുള്ള നിസ്കാരത്തിൽ ഏത് 2 സൂറത്ത് ഓതും, സൂറത്തു സജദയും ഓതും, അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് ഓതി നിസ്കരിക്കും. അപ്പം ഇശാ മഗ്‌രിബിന്റെ ഇടയിലുമായി ഈ പറഞ്ഞതാകുന്ന സുന്നത്തും കിട്ടി, രാത്രിയിൽ ഓതലുമായി. അങ്ങനെ ജീവിതത്തിൽ ശ്രദ്ധിച്ച ഒരുപാട് മഹത്തുക്കളുണ്ട്. തഴവ ഉസ്താദിന്റെ ഒരു ഇജാസത്ത് തന്നെ ആ വിഷയത്തിലുണ്ട്. അള്ളാഹു നമുക്കൊക്കെ അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അവരൊക്കെ അങ്ങനെ ജീവിച്ച മഹത്തുക്കളാണ്. അതുകൊണ്ട് ജീവിതം സംശുദ്ധമായി സാലിഹീങ്ങളോടൊപ്പം ചേർന്നു. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളോടൊപ്പം ചേർക്കുമാറാവട്ടെ. അപ്പൊ ഖുർആനിലെ ഈ പ്രസക്തമാക്കപ്പെട്ട സൂക്തം ആര് ജീവിതത്തിൽ കൊണ്ടു നടന്നു? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അഥവാ പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ, മരണം വരെയും അദ്ദേഹം വിട്ടുപോയിട്ടില്ല. പെൺമക്കളെ എല്ലാം പഠിപ്പിച്ചു. അതുകൊണ്ട് അവരാരും തന്നെ മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടി യാചിച്ചിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. മരണം വരെയും അദ്ദേഹത്തിന് ആ സൂറത്തായിരുന്നു പിടിവള്ളി. ഏത്? സൂറത്തുൽ വാഖിഅ. ഇതൊക്കെ പഴമക്കാരായ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും പറഞ്ഞു തന്നിട്ട് ഒരു പുതിയ ജനറേഷനാണ് ഇപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാത്തത്. പഴയ ആളുകൾക്കൊക്കെ ഈ വാക്യ സൂറത്ത് കേൾക്കുന്നുണ്ട്, അവരൊക്കെ ഉമ്മമാർ ഓതുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മഹത്വം അറിയണം. ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നീട് അബൂജഹലിന്റെ തല വെട്ടിയെടുത്തത്. മനസ്സിലാക്കണം. ഖുർആന്റെ വാഹകനായിരുന്നു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിർത്താണ്, ഈ ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് നിർത്താണ്. ശരിക്കും ശ്രദ്ധിക്കണേ. അവസാന സമയം നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചോ. സൂറന്ന കാഹളത്തിലൂടെ ഊത്ത് വന്നു. 3ാമത്തെ ഊത്തിലൂടെ ഖബർ പിളർന്നിട്ട് ആളുകൾ മഹ്ശറിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ തൂവെള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു, ഞാൻ ആരാണെന്നറിയുമോ? പറഞ്ഞു കൊടുക്കുന്നു, അന സാഹിബുക്കൽ ഖുർആൻ, നിന്റെ ഖുർആനാണ് ഞാൻ. നീ ഓതിക്കൊണ്ട് നടന്ന ഖുർആൻ. ഈ സദസ്സിലുള്ള എത്ര പേർക്ക് സ്വന്തമായി മുസഹഫ് ഉണ്ട് എന്ന് ചിന്തിക്കുക. എത്ര പേരുണ്ട്? ഇത് എന്റെ മുസഹഫ് ആണെന്ന് പറയാൻ ഒരു മുസഹഫ് സ്വന്തമായിട്ട് നമ്മുടെ കൈവശം ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. നമ്മൾ പിള്ളേരുടെ 10 ജ്യൂസുള്ള മുസഹഫ് ഇപ്പോഴും എടുത്തോണ്ടിരിക്കുക. ചിലതൊക്കെ കുത്തഴിഞ്ഞ് മൊത്തം പോയി. സ്കൂളിൽ പഠിക്കുന്ന ബുക്കൊക്കെ ബൈൻഡ് ചെയ്യുന്ന മക്കൾ പോലും ഖുർആന്റെ വേണ്ടതിലേക്ക് വില വെക്കുന്നില്ല. പലരും മസാല ചോദിക്കാൻ വിളിക്കും, ഉസ്താദേ ഒരു ബൈൻഡ് പോയ മുസഹഫ് ഉണ്ട്, എങ്ങനെയാ കത്തിക്കട്ടെ ഉസ്താദ്? ഞാൻ പറയും, നിങ്ങളാദ്യം കത്തി, തലവഴി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക. ബൈൻഡ് അങ്ങോട്ട് വിടുമ്പോഴേ ഖുർആൻ കത്തിക്കണം. അത്ര വലിയ നിയ്യത്തായിട്ട് നിൽക്കുക. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ഖുർആൻ അതുപോലെ നുരുമ്പിപ്പോയി, ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ പോലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, അത് കരിച്ച് ഒരു പാത്രത്തിലിട്ട് അത് കരിച്ച് അത് നല്ല ശുദ്ധമായ ഭൂമിയിൽ കുഴിച്ചിടുക. ശുദ്ധമായ ഭൂമി, അവിടെ വേറെ മലിനങ്ങളൊന്നും വരാൻ പാടില്ല. അത്ര സൂക്ഷ്മം. അത് അതുപോലെ നുരുമ്പിപ്പോയി, ഇനി ഒരിക്കലും അത് ബന്ദ് ചെയ്താലും അത് ഉപയോഗിക്കാൻ പറ്റൂല. ആ കോലത്തിലെത്തിയാല് നമ്മൾ താള് വിടുമ്പോഴേ അടുത്ത് ദൂരോട്ട് എറിയുക, അടുത്ത മുസാഫ് പോരട്ടെ. കാശുണ്ടല്ലോ ഇഷ്ടം പോലെ. മുസാഫിന് നമ്മൾ വില വെക്കുന്നില്ല. ഒരു ചെറിയ ബിസ്മി എഴുതിയതാകുന്ന ഒരു ചെറിയ ഒരു പേപ്പർ നിലത്ത് കിടന്നു. അത് ബിസ്മി എഴുതിയതാണെന്നൊന്നും മനസ്സിലായില്ല. അത് എടുത്തു, അറബി എന്തോ എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതിലെ അഴുക്കൊക്കെ തുടച്ച് വൃത്തിയായി സൂക്ഷിച്ച മനുഷ്യൻ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഇറാഖിന്റെ മണ്ണിൽ കിടപ്പുണ്ട്. അല്ലാഹു സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. വലിയ സൂഫി വര്യനായി മാറി. അവരുടെ കാൽപാദങ്ങൾ പിൻപറ്റിയിട്ടാണ് പിന്നീട് വന്ന സൂഫിയാക്കൾ മുഴുവനും നിലകൊണ്ടിട്ടുള്ളത്. ഔലിയാക്കളുടെ തലവനായി അള്ളാഹു മാറ്റി. കേവലം ഒരു ബിസ്മി എഴുതിയതാകുന്ന ഒരു ചെറിയ ഒരു പേപ്പർ അത് അഴുക്കിൽ കടന്നപ്പോൾ അതെടുത്ത് സൂക്ഷിച്ച് നല്ലതുപോലെ അതിന്റെ അഴുക്ക് മാറ്റി വെച്ചപ്പോൾ നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടവനെ ബഹുമാനിക്കണം. അപ്പോഴേ അള്ളാഹു നമുക്ക് ബഹുമാനം തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. സാരമായി കാണരുത്. നമ്മൾ ഇന്നതിന് നെവർ മൈൻഡാണ്. മുസാഫ് ഇങ്ങനെ മാർച്ചിന് പോകുന്ന പോലെ മുസാഫ് ഒന്നും അങ്ങനെ പിടിക്കില്ല. മുസാഫൊക്കെ എടുക്കുന്നത് തന്നെ വളരെ മഹത്താണ്. നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് നടക്കാവുള്ളൂ, തന്റെ അരയ്ക്ക് മേലോട്ട് പിടിക്കാവുള്ളൂ. അതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊരു ഖുർആന്റെ സദസ്സായതുകൊണ്ട് ഞാൻ സാധാരണക്കാരുള്ളത് കൊണ്ട് ഉണർത്താൻ, നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ എടുത്തിട്ട് സാധാ ബുക്ക് പോലെ തോന്നാൻ ആയത്തായിട്ട് പിടിച്ചു. അതാണ് അദബ് കേട്. എടുത്തില്ലേലും കുഴപ്പമില്ല, എടുക്കുകയാണെങ്കിൽ ഈ കോലത്തിൽ എടുക്കണം. വളരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്
മുസ്ഹഫ് വരുന്നത് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണമെന്നാണ്. മുസ്ഹഫ് വരുന്നത് കണ്ടാൽ ഒരാൾ മുസ്ഹഫ് വന്നാൽ എഴുന്നേൽക്കണമെന്നാണ്. അത്ര അദബാണ്. കാരണം ഇതൊരു സാധാ സീതാ കലാമല്ല, അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്ന് വരെ വള്ളിപുള്ളി വ്യത്യാസം വന്നിട്ടില്ല, കൂട്ടിത്തിരുത്തലുകൾ ഉണ്ടായിട്ടില്ല. മറ്റേതെങ്കിലും മതത്തിന്റെ ആശയങ്ങൾ പോലെ അല്പം എഴുതി ചേർത്ത് പിന്നീട് വന്നതാകുന്ന അച്ഛന്മാരോ മറ്റുള്ള ആളുകളോ എഴുതി ചേർത്ത ഒരു സാധനം അല്ല ഇത്. ഇത് കാലാകാലം നിലനിൽക്കുന്ന ഗ്രന്ഥമാണ്. ഇറക്കപ്പെട്ട നാള് മുതൽക്ക് ഒരു ഹർഫിന് പോലും വ്യത്യാസം വരുത്തിയിട്ടില്ല. മനസ്സിലാക്കണം. അതുകൊണ്ട് അതിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നിർത്തുന്നു. ഈ ഒരൊറ്റ ഹദീസ് പറഞ്ഞിട്ട് നിർത്താൻ. ഇതാ കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബർ പിളർന്നുകൊണ്ട് ഇന്നർ റജുല യൽഖാ സാഹിബഹു ഹീന യൻശഖുൽ ഖബറു അൻഹു. ഖബർ പിളർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് വരാൻ നിൽക്കുന്ന മനുഷ്യൻ, അതാ തൂവള്ള വസ്ത്രം ധരിച്ച മനുഷ്യനെ കാണുകയാ. ആരാണ് നീ എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചു പറയുകയാണ്, അന സാഹിബുകൽ ഖുർആൻ, ഞാൻ നിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. അല്ലദീ അളമഉതുക ഫിൽ ഹവാജിർ വസഹറത ലൈലതക. നീ രാത്രി മുഴുവനും ഉറക്കമൊഴിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈ ഖുർആനിനെ നീ പാരായണം ചെയ്തവനല്ലേ. ഇന്നിതാ നിന്റെ മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത് നിനക്ക് ശുപാർശകനാണ്, ശുപാർശകനാണ്. ഇനി നീ പേടിക്കേണ്ടതില്ല. മഹ്ശറയിലേക്ക് നിനക്ക് തുണയായി കത്തിച്ചൊരിക്കുന്ന സൂര്യനെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹു വിചാരണ ചെയ്യുമ്പോ നിനക്ക് സംരക്ഷകനായിട്ട് ഞാൻ ഉണ്ടാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. തീർന്നില്ല. വയുഅതാ ബിയമീനിഹി അൽ മുൽകു. ഖബർ പിളർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് പോകുന്ന മനുഷ്യന്റെ വലത് ഭാഗത്ത് അതാ രാജാധികാരത്തിന് ശാശ്വതത്വം അല്ലാഹു നൽകുകയാണ്. വൽ ഖുൽദു ബിശിമാലിഹി. ആ സ്വർഗ്ഗത്തിലുള്ളതാകുന്ന കരാറുപത്രം എന്നേക്കുമായി സ്വർഗ്ഗത്തിൽ നീ വസിക്കണേ എന്നുള്ള കരാറുപത്രം അവന്റെ ഇടത് ഭാഗത്ത് അതാ മലക്കുകൾ സമ്മാനിക്കുകയാണ്. തീർന്നില്ല. അവന്റെ മാതാപിതാക്കളെ വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ പഠിച്ചതാകുന്ന പ്രിയപ്പെട്ട മക്കളെ, ഹാഫിളീകളായ പൊന്നുമക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ അല്ലാഹു മഹ്ശറയിലേക്ക് വിളിക്കുകയാണ്. ലോകത്തുള്ള സർവ്വ മനുഷ്യരും അല്ലാഹുവിന്റെ മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഘട്ടമല്ലേ. എല്ലാ അമ്പിയാക്കളും ഭയവിഹ്വലരാണ്, പേടിച്ചിട്ടാണ്. ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്ന് ജനങ്ങൾ വന്നുകൊണ്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ ഞാനതിന് അർഹനല്ല. അലൈക്കും ബിനോ നിങ്ങൾ ശരീഅത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട നൂഹിലേക്ക് പോകണേ എന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി പോലും കഴിയുന്നതാകുന്ന മഹ്ശറയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ അദ്ദേഹം പറയുകയാണ്, ലസ്തു ലഹാ അഹ്ലുൻ, ഞാനതിന് അർഹനല്ല. അലൈക്കും ബി ഇബ്രാഹീം, അല്ലാഹുവിന്റെ ഉറ്റ ചങ്ങാതിയായ ഖലീലുള്ളായ ഇബ്രാഹിമിലേക്ക് പോകണേ മുഅ്മിനീങ്ങളെ. നിങ്ങൾക്ക് രക്ഷ അവിടെയാണ്. അവിടെ ഓടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, ലസ്തു ലഹാ അഹ്ലുൻ, ഞാനതിന് അർഹനല്ല. എന്റെ കയ്യിൽ ശഫാഅത്തില്ല. നിങ്ങൾ പോകേണ്ടത് മൂസയിലേക്കാണ്, മൂസാ നബിയിലേക്കാണ്. അലൈക്കും ബി മൂസ, അല്ലാഹുവിന്റെ കലീമാണ്. 136 പ്രാവശ്യം ഖുർആനിൽ പേര് പറഞ്ഞ പ്രവാചകനല്ലേ. അലൈക്കും ബി മൂസ,
മൂസയുടെ അടുക്കലേക്ക് ജനങ്ങൾ ചെല്ലുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം പറയുകയാ, ലസ്തു ലഹാ അഖ്ലുൻ, ഞാനതിന് അർഹനല്ല അലൈക്കും ബി ഈസാ, റൂഹുള്ളയാണ്, അല്ലാഹുവിന്റെ കലിമത്താണ്, റൂഹുല്ലാഹി വ കലിമതുഹു, കുന്നെന്ന വാക്കിലൂടെ ലോകത്തിന് അല്ലാഹു സമ്മാനിച്ച മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോനാണ്. ഈസാ നബിയിലേക്ക് ലോക ജനത മുഴുവനും ഓടുകയാ. ഈസാ നബി അലൈഹിസ്സലാം പറയും, ലസ്തു ലഹാ അഖ്ലുൻ, ഞാനതിന് അർഹനല്ല. നിങ്ങൾ പോകേണ്ടത് ഒരാളിലേക്കാണ്, ഒരു വ്യക്തി മാത്രമാണ് നിങ്ങളെ സംരക്ഷിക്കാനുള്ളത്. ആ വ്യക്തിയുടെ പേരാണ് മുഹമ്മദുൻ. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതരങ്ങള് മദീനയിലേക്ക് മാടി വിളിച്ചതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസമുദ്രത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ മറിയത്തിലേക്ക് ഉൾവലിഞ്ഞു ലോകത്തിന് മാതൃക കാട്ടിയ ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് കിസീന മുഹമ്മദ് കിസീറ സുനെ ഔർ സുനായേ യേ ജീഗ് ചാഹ്തേ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ജനങ്ങൾ മുഴുവനും ഓടുകയാ. ആ ഒരു മഹ്ശറയാണ്, ആ നിലനിൽക്കുന്ന മഹ്ശറയിൽ നിനക്ക് തുണയായി അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലാണ് നിനക്ക് സംരക്ഷകൻ വരുന്നത്. ആ പ്രവാചകർ ഈ ലോകത്ത് കൊടികുത്തി വെച്ച പ്രവാചകൻ ഈ ലോകത്ത് കാണിച്ചു തന്നതായ പരിശുദ്ധമായ ഖുർആൻ, വെളിച്ചം വീശി തന്ന ഖുർആൻ നിനക്ക് സംരക്ഷണമാണ്. ലോകം മുഴുവനും വിറങ്ങലിച്ചു നിൽക്കുന്നതായ ഘട്ടത്തിൽ ഹബീബായ നബി തങ്ങളും ആ പ്രവാചകർക്ക് നൽകപ്പെട്ട വിശുദ്ധമായ ഖുർആൻ നിനക്ക് ഷഫീആണ്, നിനക്ക് ശുപാർശകനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാക്കളെ വിളിക്കുകയാണ്. മാതാപിതാക്കളെ മഹ്ശറയിൽ ജനങ്ങൾ മുഴുവനെ പേടിച്ച് നിൽക്കുന്നു. ആ മാതാപിതാക്കളെ വിളിക്കുകയാണ്. അവർ അല്ലാഹുവിന്റെ മുന്നിലേക്ക് വിറങ്ങലിച്ച് വരുകയാണ്. അല്ലാഹുവല്ലേ, ലോകത്തിന്റെ സൃഷ്ടികർത്താവല്ലേ, പരിപാലകനല്ലേ, സർവേശ്വരല്ലേ, സർവാധിപതിയല്ലേ, സർവലോക സൃഷ്ടിപ്പിൻ സംഹാര കർത്താവല്ലേ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് പാവപ്പെട്ട ഹഫ്ളീങ്ങളുടെ മാതാപിതാക്കളെ വിളിക്കുകയാണ്. മുക്കുന്നത്തുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ഹിഫ്ളിനെ പറഞ്ഞു വിട്ടതായ രക്ഷിതാക്കളെ, അവരുടെ ശരീരത്തിലേക്ക് അല്ലാഹു മലക്കുകൾ മുഖേന മനോഹരമാകുന്ന പട്ടുവസ്ത്രം ധരിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ ദുനിയാവിൽ ഒരാൾക്കും അതിന്റെ വില നിശ്ചയിക്കാൻ പറ്റില്ല സ്വഹാബ, അത്രമാത്രം വില കൂടിയ പട്ടുവസ്ത്രമാണ് ആ മാതാപിതാക്കൾക്ക് നാളെ ധരിപ്പിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. പാവപ്പെട്ട മാതാപിതാക്കൾ അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കും, അല്ലാഹ് എന്തിനാണ് ഞങ്ങൾക്കിത് ധരിപ്പിച്ചത്? അല്ലാഹ് ബിമകുസീനാ ഹാദിഹി യാ അല്ലാഹ്, എന്തിനാണ് പാവപ്പെട്ട ഞങ്ങൾക്ക് ഇത് ധരിപ്പിച്ചത്? അല്ലാഹ്. ഉടനെ അല്ലാഹു മറുപടി നൽകുകയാണ്, ബി അഖദി വലദികുമാ അൽ ഖുർആൻ, നിങ്ങളുടെ മക്കളെ മുക്കുന്നത്തുള്ള കടക്കൽ ഉസ്താദിന്റെ സ്ഥാപനത്തിലേക്ക് വിട്ടുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? മക്കളെ ദീനിന്റെ വഴിത്താരയിലേക്ക് പറഞ്ഞു വിട്ട രക്ഷിതാവല്ലേ, പ്രിയപ്പെട്ട മാതാവ് പിതാവുമല്ലേ, നിങ്ങൾക്കുള്ളതാകുന്ന ആദരവാണ്
ആദരവാണ്. ഇന്ന് കടക്കൽ ഉസ്താദിന്റെ കരങ്ങളിൽ നിന്ന് സനദ് വാങ്ങിയിറങ്ങിയ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു നാളെ ആഖിറത്തിൽ നൽകുന്ന ആദരവിന്റെ സദസ്സാണ്. ലോക ജനത മുഴുവനും ഒന്നിച്ച് നിന്നുകൊണ്ട് കാണുകയാണ്. തീർന്നില്ല. ആ മാതാപിതാക്കളുടെ പ്രിയപ്പെട്ട മക്കളായ ഹാഫിലിങ്ങളെ അല്ലാഹു വിളിക്കുകയാണ്. അവരുടെ തലയിലേക്ക് സ്വർണ്ണത്തിനാലുള്ള ഒരു കിരീടം അല്ലാഹു വെച്ചു നൽകുമത്രേ. ലൗഉഹു അഹ്സനു മിൻ ലൗഇ ശംസി, സൂര്യനേക്കാൾ പ്രഭയാണ് അതിനുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാക്കളെയും കൂട്ടി സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുക. ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട് നീ പരിശുദ്ധമായ സ്വർഗത്തിന്റെ പടവുകൾ കയറി പോകണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കളോട് പറയുകയും ഹാഫിളീങ്ങളാകുന്ന മക്കൾ അവർ പഠിച്ചു വെച്ചിട്ടുള്ള 6000 ചില്ലുവാനും ആയത്തുകൾ ഓതിക്കൊണ്ട് മാതാപിതാക്കളുടെ കൈക്ക് പിടിച്ച് സ്വർഗത്തിന്റെ പടവുകൾ കയറി പോകുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി കിട്ടുന്ന നേട്ടമാണ്. ഇത് വെറുതെ മനസ്സിലാക്കണ്ട, ഹദീസ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.